ഹലോ, അപ്പോൾ നമ്മുടെ BB6-ലെ ജാസ്മിൻ ഗബ്രി വിഷയം. ജാസ്മിൻ ഇന്നലെ ജിൻഡോയുടെ കൂടെ ജയിലിൽ പോയിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയ ചില ചേഷ്ടകൾ, അതായത് അത് മാത്രമല്ല, ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു ആ ഒരു സമയത്ത് ജാസ്മിൻ ഷൗട്ട് ചെയ്ത് എല്ലാവരോടും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അൻസിബ തന്നെയാണ് കിച്ചണിൽ കുറേ ഡ്യൂട്ടി ചെയ്യുന്നത്. ചെറിയൊരു പച്ചക്കറി അരിഞ്ഞു കൊടുത്തു, ക്യാബേജ് അരിഞ്ഞു കൊടുത്തു, ക്യാരറ്റ് അരിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ കിച്ചൺ ഡ്യൂട്ടി തീരുന്നില്ല. ഓക്കെ, നമ്മളൊക്കെ വീട്ടിൽ കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും കിച്ചൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ചിലപ്പോൾ മേ ബി ആ ഒരു സമയത്തായിരിക്കും നമുക്ക് ഒരാളെ വേണ്ടത്. അപ്പോൾ ഓടിപ്പോയി വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ചെയ്തിട്ടില്ല മീൻസ് എല്ലാം ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ അവിടെ വേണ്ടിയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്, സത്യമാണ്. വയ്യാതിരുന്ന ഒരു കുട്ടിക്ക് ഗബ്രിയായിട്ട് സംസാരിക്കാൻ ടൈം ഉണ്ടല്ലോ, എന്തുകൊണ്ട് കിച്ചണിൽ നിൽക്കാൻ ടൈമില്ല? സോ ഇതിനൊന്നും ആവശ്യമില്ലാണ്ട് ഷൗട്ട് ചെയ്ത് സ്വയം നെഗറ്റീവ് വരുത്തി വെക്കുന്നതാണ് ജാസ്മിൻ എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ജിൻഡോയെ അടിച്ച കേസ്, ഇത് മറ്റാരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ മേ ബി ആക്ഷൻ എടുത്താനേ. ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലാണ്. ജാസ്മിൻ്റെ തന്നെ വില കളയാണ്. പിന്നെ എന്തുകൊണ്ട് ഗബ്രി ആ സമയത്ത് ഇവർ വഴക്കുണ്ടാക്കിയ സമയത്ത് വന്നില്ല? ആകെ സിഗരറ്റിൻ്റെ സ്മെല്ല് നോക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്, അല്ലാതെ വഴക്കുണ്ടാക്കിയ സമയത്ത് അവിടെ കിടക്കുന്ന കണ്ടു, ഉറങ്ങുന്ന കണ്ടില്ല, വന്നില്ലല്ലോ. സോ പിന്നെ പലരും പറയുന്ന കാര്യമാണ്, എന്തിന് ജാസ്മിൻ കുളിക്കുന്നതിനെ പറ്റി ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നു, എന്തിനാ കുട്ടീനെ ഇങ്ങനെ കാണുന്നു, അങ്ങനെ കാണുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ പല ബിഹേവിയറും കാണിക്കുമായിരിക്കും, അല്ലേ? പല രീതിയിലും നിൽക്കുമായിരിക്കും, നമ്മുടെ വീട്ടുകാരോട് പല രീതിയിലും സംസാരിക്കുമായിരിക്കും. ബട്ട് ഒരു പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നവർക്ക് നമ്മൾ കാണിക്കേണ്ട ചില ബിഹേവിയർ ഉണ്ട്. അത് അങ്ങനെ കാണിക്കുന്നവർ കുലസ്ത്രീകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നുമില്ല. ഇന്നാൾ യമുന എന്ന് പറഞ്ഞ ഒരു കോണ്ടസ്റ്റൻ്റ് ഔട്ടായി പോയല്ലോ, ആളുടെ ഒരു ഇൻ്റർവ്യൂവിൽ ആളിങ്ങനെ പറഞ്ഞു, പെൺകുട്ടികളായാൽ എന്ന് പറഞ്ഞു. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ആരായാലും അടുക്കളയിൽ കയറുന്ന സമയത്ത് കുളിച്ച് കയറണമെന്ന് പറഞ്ഞു. അതൊക്കെ ഇൻ്റർവ്യൂവർ ചോദിച്ച കാര്യമാണ്. അപ്പോൾ അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ എന്ന്. അപ്പോൾ അതൊരു ബിഹേവിയർ പാറ്റേൺ ആണ്. കുളിച്ച് കയറുക എന്ന് പറയുന്നത് നമ്മൾ വൃത്തിയായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഹെയർ കെട്ടി വെച്ചിട്ട് കയറുക, ഇതൊക്കെ ഹൈജീൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇന്നലെ ഞാൻ ഏതൊരു എപ്പിസോഡിൽ കണ്ടു, ജസ്റ്റ് യൂസ് ചെയ്ത് ടിഷ്യൂ കിച്ചണിൽ ഡസ്റ്റ്ബിന്നിലിടാതെ വലിച്ചെറിഞ്ഞ് പോകുന്ന ജാസ്മിനെ. അത് താഴെയാണ് വീണത്. പിന്നെ ഇത് എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞു പോകുന്നു. അത് പിന്നെ എടുത്തു വയ്ക്കുന്ന കണ്ടില്ല, എടുത്തു വെച്ചോ ഇല്ലയോ, പക്ഷെ അത് ചെയ്ത കാര്യം അത് നന്നല്ല. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ജാസ്മിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ബിഹേവിയർ ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ.